വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ 2 ആഴ്ച നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറ്റി നോക്കാമല്ലേ. ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഫോർട്ടിലിറ്റി എക്സസൈസുകൾ. സാധാരണ പലർക്കും ഒരു ധാരണയുണ്ട് എക്സസൈസ് ചെയ്യുന്നത് നമ്മൾ ശരീരഭാരം കുറയ്ക്കാനല്ലേ എന്നതിനെ പറ്റിയിട്ട്. നേരെ മറിച്ച് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഫോർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യുന്നത്, ഈ ഫോർട്ടിലിറ്റി എക്സസൈസുകൾ ഓരോന്നും തന്നെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിക്കുക. ബട്ടർഫ്ലൈ പോസ് എക്സസൈസ്, ഈ എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത്? രണ്ടാമത്തേത് ലെഗ് അപ്പ് ദ വാൾ പൊസിഷൻ എക്സസൈസ്, ഈ എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത്? മൂന്നാമത്തേതായിട്ട് ഫെമുറൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുമോ? നാലാമതായിട്ട് ഫോർട്ടിലിറ്റി മസാജ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുമോ? അടുത്തതായിട്ട് റിഫ്ലെക്സോളജി, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുമോ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ഈ ഓരോ മസാജുകളും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രക്തയോട്ടം, യൂട്രസിലോട്ടുള്ള നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എംബ്രിയോ അവിടെ നറിഷ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് ഈ ഓരോ ശരീരഭാഗത്തോട്ടും രക്തയോട്ടം വളരെയധികം വേഗത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമൂലം നിങ്ങൾ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത അത് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ നിങ്ങൾ ഫോർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസുകൾ 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫോർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ എക്സസൈസ്, അതുപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള വാക്കിംഗ്, 8 വാക്കിംഗ്, ഇങ്ങനെയുള്ള എക്സസൈസുകൾ അല്ലാതെ ഹാർഡായിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഈ എക്സസൈസുകൾ ചെയ്യുന്നത് നേരെ മറിച്ച് നിങ്ങൾക്ക് ദോഷഫലങ്ങളും ഉണ്ടാക്കി തരും. മൈൽഡ് ആയിട്ടുള്ള എക്സസൈസുകൾ, ഫോർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമൂലം നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത അത് വളരെയധികം കൂട്ടും. മാക്സിമം ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ മാത്രം നിങ്ങൾ എക്സസൈസ് ചെയ്താൽ മതിയാകും. അതിൽ കൂടുതൽ നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ട. നിങ്ങളുടെ ശരീരം തളരുന്ന രീതിക്ക് നിങ്ങൾ ഒരിക്കലും എക്സസൈസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഫോർട്ടിലിറ്റി എക്സസൈസ് നമ്മൾ ഓവുലേഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയങ്ങളിൽ നിങ്ങളിപ്പോൾ ലെഗ് അപ്പ് ദ വാൾ നിങ്ങൾ ചെയ്യുന്നു എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. ലെഗ് അപ്പ് ദ വാൾ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കാലുയർത്തി മതിലിലോട്ട് വെച്ചിട്ട് നമ്മൾ ആ മതിലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു എക്സസൈസ് ആണ്. നമ്മൾ നോർമലി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു രക്തയോട്ടം നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക്, നമ്മുടെ നടുക്കുള്ള ഒരു ഭാഗത്തേക്കായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. നമ്മുടെ ആ കാലിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന ആ ഭാഗത്തായിരിക്കും നമ്മുടെ ആ യൂട്രസ്, അതുപോലെ തന്നെ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ ഓവറീസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ ഓരോ ഭാഗത്തോട് രക്തയോട്ടം കൃത്യമായിട്ടുള്ള രീതിക്ക്, അതായത് നമ്മുടെ ഇരട്ടി ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പമ്പ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമൂലം അവരുടെ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് ഗ്രോ ആകുന്നതിനും കൃത്യമായിട്ട് നടക്കുന്നതിനും, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എംബ്രിയോ ഒന്ന് നറിഷ് ചെയ്യുന്നതിനും ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവുന്നതിനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ഫോർട്ടിലിറ്റി എക്സസൈസ് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഡെയിലി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ് ഇവയെല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് കഴിക്കുക. ഒരു പച്ചക്കറി അല്ലെങ്കിൽ ഒരു പഴവർഗ്ഗം, അതല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ഇത് നിങ്ങൾ ഒരു ദിവസത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അധികം വിലയൊന്നും ഇല്ലാത്ത, നിങ്ങളിപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ വീഡിയോ കേൾക്കുന്നുണ്ടാവുമല്ലോ. എല്ലാ ദിവസവും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എല്ലാ ദിവസവും നട്ട്സ് എന്ന് പറയുമ്പോൾ പലർക്കും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് സാധിക്കുന്നു ുള്ളെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ ഇരട്ടിയാക്കുക. അതുപോലെ പച്ചക്കറികൾ, എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾസ് ഉണ്ടാവില്ല. ആ വെജിറ്റബിൾസ് നിങ്ങൾ നല്ലതുപോലെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റൈസ് കുറച്ചിട്ട് നിങ്ങൾ വെജിറ്റബിൾസ് കൂട്ടുക. അതായത് കറി കൂടുതലായിട്ട് കഴിക്കുക, നമ്മുടെ റൈസ് കുറവായിട്ടും കഴിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും പ്രഗ്നൻ്റ് ആവാനായിട്ടുള്ള സാധ്യത ഇൻക്രീസ് ചെയ്യുന്നതിനും നിങ്ങളെ സഹായിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അത് നിങ്ങൾ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഫസ്റ്റ് സ്ട്രെസ് ഇല്ലാതിരിക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചലഞ്ച് ചെയ്യുന്നു, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കുക. സ്ട്രെസ് ഇല്ലാതെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? ഇതെൻ്റെ ചലഞ്ചാണ്. നിങ്ങൾ എത്ര പേര് ആക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ പീരിയഡ്സ് ആവുകയോ പ്രഗ്നൻസി ആവുകയോ ഇന്നൊന്നും നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. ആ ഒരു സമയം നിങ്ങൾ ഡെയിലി വെറുതെ വിട്ടോളാം. എന്ത് സ്ട്രെസ് ഉണ്ടോ, എന്ത് ടെൻഷൻ ഉണ്ടോ, അത് മാറ്റാൻ, അത് ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യുക. പ്രാർത്ഥന ചെയ്യുക. പ്രാർത്ഥനയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ പാട്ട് കേൾക്കുക. നിങ്ങളിപ്പോൾ ട്രോൾസ് കണ്ട് നമുക്ക് ഒരുപാട് ചിരിക്കാം. ട്രോൾസ് ചെയ്യുക, ബുക്ക് വായിക്കുക, പടം വരയ്ക്കുക, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക കേട്ടോ. സ്ട്രെസ് ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആ ഒരു ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയത്തൊക്കെ, അല്ലെങ്കിൽ ആ ഒരു പീരിയഡ്സ് നിങ്ങൾ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പുറത്ത് നിന്നുള്ള ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, പാക്കേജ് ഫുഡ്, അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഓവറായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് കുറച്ചോളുക. കാരണം ഈ ഓരോ കാര്യങ്ങളും നമ്മളുടെ ആ ഒരു ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിന് കാരണമാവുന്നവയാണ്. മാക്സിമം നിങ്ങൾ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. അത് എരിവ് അധികമൊന്നും ചേർക്കാതെ, എന്നാൽ എരിവില്ലാത്ത രീതിക്കൊന്നും അല്ല കേട്ടോ.
ചിലവരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല, ഒരുപാട് എരിവ് ഇഷ്ടപ്പെടുന്നവരുണ്ടാക്കും. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് എരിവൊക്കെ ഒന്ന് കുറച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോങ് ട്രാവൽ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ ചുറ്റുവട്ടത്താണെങ്കിലും പരിസരത്താണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ എക്സ്ട്രീം കെയർ കൊടുക്കുക. ട്രാവൽ ചെയ്യുമ്പോൾ കെയർ കൊടുക്കാനായിട്ട് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ശരീര പ്രകൃതിയും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ പ്രഗ്നൻസിയിലും എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലും എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിലും ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നറിയുന്നതിന് മുൻപ് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രഗ്നൻസി അബോട്ടായി പോയിട്ടില്ല. എനിക്ക് പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷനും ആ ട്രാവൽ ചെയ്തതുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് എൻ്റെ റിലേറ്റീവ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഒരു ഏജ്ഡ് ആയിരുന്നു, അതായത് ഒരു 30 years ഒക്കെ ആയപ്പോഴാണ് കൺസീവ് ആയത്. പക്ഷേ ബൈക്ക് യാത്ര ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് പ്രഗ്നൻസി മിസ്കാരേജ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൺസീവ് ആയിട്ട് ആ ഒരു നോർമൽ പ്രഗ്നൻസി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തവരും ഒരുപാട് പേരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇത്ര ജോലി ചെയ്യാനായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരിക്ക് ജോലി ചെയ്യാതെ വീട്ടിൽ നിൽക്കാനായിട്ട് പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ആ ഒരു ത്രൂ ഔട്ട് ഒരു 8 months വരെ പുള്ളിക്കാരി 2 wheeler ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തായിരുന്നു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ജോലി ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ ഫെർട്ടിലിറ്റി മെഡിസിൻസും അതുപോലെ ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുത്തിട്ട് കൺസീവ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ആ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മളുടെ റോട്ടിൽ കൂടിയിട്ടുള്ള യാത്ര എത്ര അധികം മോശമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ഗട്ടറും അതുപോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ റോട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യണത് അത്രയും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ, ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് ഇംപ്ലാന്റേഷൻ സമയത്ത് ലീവ് എടുത്ത് വീട്ടിലിരിക്കാനായിട്ട് എല്ലാ മാസവും പറ്റില്ല. അങ്ങനെയുള്ളവരൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ ബസ്സിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴേക്കും ഏറ്റവും പുറകിലത്തെ സീറ്റിലും ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിലും നിങ്ങൾ നിൽക്കാതെ നടുവിലത്തെ സീറ്റിൽ നിങ്ങൾ ഇരിക്കുക. അവിടെ നമുക്ക് കൊടുക്കം കുറച്ച് കുറവായിരിക്കും. അതുപോലെ ഓട്ടോയിൽ ട്രാവൽ ചെയ്യുന്നത് നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്യുക. 2 wheelerലാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രീം കെയർ എടുത്തിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുക. കാറിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ സമയത്ത് കുറച്ചൊന്ന് കുടുക്കമൊക്കെ ഉള്ള റോഡുകളാണെങ്കിൽ ഒന്ന് നിങ്ങൾ സ്ലോവിൽ നിങ്ങൾ വണ്ടി ഓടിക്കുക. ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്നതിന് സഹായിക്കും കേട്ടോ. ഒരുപാട് നാളായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ ഇതൊന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ യൂട്രസിന് കൂടുതലായിട്ട് പ്രഷർ കൊടുക്കുന്ന രീതിക്കുള്ള, നമ്മുടെ വയറിന് ഒരുപാട് പ്രഷർ കൊടുക്കുന്ന രീതിക്കുള്ള ജോലികൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ മുറ്റം നല്ലതുപോലെ കുമ്പിട്ടിരുന്ന് അടിക്കുന്നു, കുമ്പിട്ട് നിവർന്ന് നമ്മൾ അടിക്കുമ്പോഴേക്കും അത് നമ്മുടെ വയറിനൊരു പ്രഷർ കൊടുക്കും. അതുപോലെ തന്നെ മുറ്റം അടിക്കേണ്ട എന്ന് ആരും പറയുന്നില്ല. നമ്മൾ സ്ലോവിൽ ആ ഒരു രീതിക്ക് നമ്മൾ ആ ഒരു പ്രഗ്നൻ്റ് ആണെങ്കിലോ എന്നുള്ള രീതിക്ക് നമ്മൾ മുറ്റം അടിക്കുക. സ്ലോവിൽ അടിച്ച് നിങ്ങൾ പോവുക, പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ തുണി ഇപ്പോൾ വിരിക്കാൻ വേണ്ടി നമ്മൾ മേളിലോട്ട് പോകുന്നു, ഒരുപാട് വെയിറ്റ് എടുത്ത് പൊക്കി നമ്മൾ കയറുമ്പോഴേക്കും നമ്മൾ പ്രഷർ നമ്മുടെ അടിവയറിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് കൊടുക്കും. നമ്മൾ പ്രഷർ കൊടുത്ത് കയറുമ്പോൾ അതും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? തുണി മേളിൽ ഉണക്കണവർക്ക് അത് ഉണക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് വെയിറ്റ് എടുത്തിട്ട് നിങ്ങൾ മേളിലോട്ട് പോവുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്നവരുണ്ടാകും, മുകളിലോട്ട് ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങേണ്ടവരുണ്ടാകും. അങ്ങനെയുള്ളവരൊക്കെ കയറി ഇറങ്ങുമ്പോഴേക്കും പയ്യെ ഒന്ന് വയറിനൊന്ന് താങ്ങി പിടിച്ചിട്ട് പയ്യെ നിങ്ങൾ കയറി ഇറങ്ങുക. അതെല്ലാം നിങ്ങളെ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സഹായിക്കും. ഒരുപാട് കയറി ഇറങ്ങി എന്ന് വിചാരിച്ചിട്ട് പ്രഗ്നൻ്റ് ആകാത്തവരൊന്നും ഇല്ല കേട്ടോ, പ്രഗ്നൻ്റ് ആകുന്നവരുണ്ട്. പക്ഷേ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ ഈ കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സാധ്യത കുറച്ചും കൂടി ഒന്ന് ഇരട്ടിയാക്കും. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂട്രസിലൊന്ന് കോൺട്രാക്ഷൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ഓവുലേഷൻ സമയത്ത് ചെയ്യുമ്പോഴേക്കും ഒരു ഓർഗാസം ഒക്കെ നമുക്കുണ്ടെങ്കിൽ അവിടെ യൂട്രസിന് കോൺട്രാക്ഷൻസ് ഉണ്ടാവുകയും പെട്ടെന്നൊന്നും കൂടെ ഓപ്പൺ ആവുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, സർവിക്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പെട്ടെന്ന് സ്പേമിനെ അകത്തേക്ക് എത്തുന്നതിന് അത് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ നമ്മൾ ഡെലിവറി എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർ, നോർമൽ ഡെലിവറി ഒക്കെ പ്രതീക്ഷിക്കുന്നവർ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രഗ്നൻസി എളുപ്പമാകുന്നതിന് സഹായിക്കുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആ 2 കാര്യങ്ങളും നമുക്ക് അവിടെ ബെനിഫിഷ്യൽ ആവുന്നത് പോലെ തന്നെ ഏർലി സ്റ്റേജിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളിൽ മിസ്കാരേജ് ഉണ്ടാക്കുന്നതിനും കാരണമാകും. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സമയത്തും ആദ്യത്തെ 3 മാസങ്ങളിലും ഫിസിക്കൽ കോണ്ടാക്ട് നിങ്ങൾ ചെയ്യരുത്. ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, സ്ട്രെസ്ഡ് ആവണ്ട. ഇനിയിപ്പോൾ അത് ചെയ്തതുകൊണ്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആവില്ലേ എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ നേരെ മറിച്ച് ഇനി അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ പാർട്ട്ണറിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക. എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകുമെന്നല്ല, നേരെ മറിച്ച് ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോഴേക്കും നമ്മളോട് അവർ പറഞ്ഞു തരുള്ളൂ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം ചെയ്യേണ്ടതെന്ന്. അതിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫസ്റ്റത്തെ 3 മാസം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യരുത്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ O നെഗറ്റീവും ഹസ്ബൻഡ് B പോസിറ്റീവും ആയിരുന്നു. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് ചിലപ്പോൾ മിസ്കാരേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഫസ്റ്റ് കൺസൾട്ട് ചെയ്ത ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നോട് രണ്ടാമത് കൺസൾട്ട് ചെയ്ത ഡോക്ടർ പറഞ്ഞത് ആ ഒരു സാധ്യത നമുക്ക് കുറയ്ക്കാനായിട്ട് ഇപ്പോൾ മാക്സിമം നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക.
അതുപോലെ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യമൊക്കെ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ഈ ഡൂസും ഡോൺസും നിങ്ങൾ ഫോളോ ചെയ്യുക, എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കപ്പോൾ വീണ്ടും കാണാം. ബൈ.